ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. രക്ഷകൻ്റെ ദൗത്യത്തെപ്പറ്റി പ്രവാചകരിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കി മഹത്വത്തോടുകൂടെ ഉന്നതങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ മിശിഹായെക്കുറിച്ച് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം വിവരിക്കുന്നു. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണം നമ്മെ വലിയ പ്രത്യാശയത്തിലേക്കും ആനന്ദത്തിലേക്ക് നയിക്കുന്നു. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്ന ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് സംഭവിക്കുന്നു. കർത്താവ് എന്നും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കാൻ ഉയർത്തിയ ആ കരങ്ങൾ ഇന്നും താഴ്ന്നിട്ടില്ല. സ്വർഗത്തെ ലക്ഷ്യമാക്കിയ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ എന്നും കർത്താവുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 28 20 തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടിയുണ്ട് എന്ന്. ജീവിക്കുന്ന മിശിഹായുടെ സാന്നിധ്യം, സ്വർഗാരോഹിതനായ അവിടുത്തെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ഇടം തരുവാനാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ 14 അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ പക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. മാമോദീസായിലൂടെ സഭയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നാം നമ്മുടെ ശിരസ് മിശിഹായാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. CCC നമ്പർ 663 മുതൽ 664 വരെ ഉള്ള ഭാഗത്ത് ഇപ്രകാരം കാണുന്നു: പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെക്കുറിച്ച്. ഇത് അർത്ഥമാക്കുന്നത് പിതാവിൻ്റെ കൂടെ ആ മഹത്വത്തിലേക്ക് ഈശോ പ്രവേശിച്ചു എന്നതാണ്. പിന്നീട് പ്രത്യാശയെക്കുറിച്ച് CCC നമ്പർ 665 മുതൽ 66 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നു. ഈശോ സ്വർഗത്തിലേക്ക് പോയത് നമ്മുടെ തലവനായ ക്രിസ്തു പോയ വഴിയിൽ അവിടുത്തെ അവയവങ്ങളായ നമ്മളും എത്തിച്ചേരും എന്ന പ്രത്യാശ നൽകാനാണ്. CCC നമ്പർ 662 ഈശോ ഏക മധ്യസ്ഥനാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയുടെ സ്വർഗാരോഹണം സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നാം ജീവിക്കേണ്ടത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? പ്രിയമുള്ളവരെ, ഇന്ത്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ശരീരത്തെ ലക്ഷ്യമാക്കി മനസ്സിൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിച്ച് മാനവ വംശം മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, നാം 1-ാം സ്ഥാനം നൽകേണ്ടത് ആത്മാവിൻ്റെ കാര്യങ്ങളിലാണ്. ആത്മീയമായ ഉണർവാണ്, ആത്മീയമായ ഉന്നതിയാണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. ഈ സ്വർഗീയ തീർത്ഥാടനത്തിൽ പരിശുദ്ധ കുർബാനയാകുന്ന ആത്മീയ ഭക്ഷണം ജീവിക്കുന്ന മിശിഹായുടെ സാന്നിധ്യം തന്നെയാണെന്ന വലിയ തിരിച്ചറിവ് നമ്മെ നയിക്കട്ടെ. ഉദ്ധിതനായ മിശിഹ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസങ്ങൾ അവരുടെ ഇടയിൽ സന്നിഹിതനായിരുന്നുവെന്ന് നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നു. 500-ലധികം ആളുകൾക്ക് അവിടുത്തെ സാന്നിധ്യം നൽകി. അവിടുന്ന് പ്രത്യക്ഷനായി. അകാലജാതൻ എന്ന പോലെ അവിടുന്ന് എനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസത്തിന് ഉള്ളിൽ അവിടുന്ന് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ ശിഷ്യഗണത്തിൻ്റെ മേൽ അയക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകം വലിയ കൊടുങ്കാറ്റായി തീനാവുകളായി അപ്പസ്തോല ഗണത്തിലേക്ക് ശിഷ്യഗണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ ആരംഭിച്ചു. പുതിയൊരു പന്തക്കുസ്ത തിരുസഭയുടെ തുടക്കം അവിടെ ആയിക്കഴിഞ്ഞു. യൂദയ മുഴുവനിലും, ജെറുസലേമിലും, സമരിയായിലും, ലോകം മുഴുവനിലും അവർ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ ആദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോസിനെ കുറിച്ച് നാം ഇപ്രകാരം കാണുന്നു:
മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച എസ്തപ്പാനോസിനെ യഹൂദർ കൊല്ലുവാനായി കല്ലെറിയുവാൻ തുടങ്ങിയപ്പോൾ മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നിൽക്കുന്നത് എസ്തപ്പാനോസ് കാണുന്നു. എസ്തപ്പാനോസ് അവരോട് വിളിച്ചു പറഞ്ഞു, കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി ഞാൻ കാണുന്നുവെന്ന്. ഉടനെ തന്നെ യഹൂദർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. തൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ ദ്രോഹിച്ചവരെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എസ്തപ്പാനോസ് തൻ്റെ ജീവനെ സമർപ്പിച്ചു. ഈ സ്വർഗാരോഹണ തിരുനാളിൽ പ്രിയമുള്ളവരെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാം. ഇതിനായി കൂദാശകൾ നമ്മെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പുതിയൊരു ജീവിതം നയിക്കുവാനും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നു. മിശിഹായുടെ സാന്നിധ്യം നമുക്ക് വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചറിയാം. ഒരുക്കത്തോടെയുള്ള വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത ബലിയെ വിശുദ്ധ ബലിയോട് ചേർത്ത് അർപ്പിക്കാം. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ മിശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരം സാന്നിധ്യമായി നാം മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വർഗം സംജാതമാകുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ഇതിന് പ്രാപ്തരാകട്ടെ.